കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നിൽക്കണ ജില്ല എന്ന് പറയുന്നത് പാലക്കാട് ജില്ല കേട്ടോ. പാലക്കാട് ജില്ലയിലെ മാർച്ച് മാസമായിട്ട് വന്നിട്ടുണ്ടോ. മാർച്ച് മാസമായിട്ട് പറയേണ്ട ആവശ്യമില്ല, കണ്ണ് പോലും തുറക്കാൻ പറ്റില്ല കേട്ടോ. അതെ, അപ്പോൾ നമ്മുടെ ബാക്കിൽ കാണാണ്ടോ നെന്മാറ വേല നടക്കണോ. ഏപ്രിൽ 3 നമ്മുടെ നെന്മാറ വേല നടക്കുന്ന സ്ഥലമാണ് അത്. അപ്പോൾ നമ്മളെന്താ യാത്ര എന്ന് പറയുന്നത് നെല്ലിയാമ്പതിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ മാർച്ച് മാസത്തിൽ നമുക്ക് എത്ര കാട് ഒരുങ്ങി കെട്ടി നമുക്ക് എത്ര ഭംഗി തരുമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഒരു വേനൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തളിർത്തും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്കത് ഭംഗി ഉണ്ടാവുമെന്ന് വെച്ചിട്ട് നമ്മൾ ആ പ്രതീക്ഷയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നെൽപ്പാടങ്ങളൊക്കെ കണ്ടില്ലേ, നമ്മുടെ നെന്മാറ വേല വന്ന് എല്ലാവരും ഒന്ന് ആസ്വദിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കാഴ്ചയിലേക്ക് ഒന്ന് കടന്നാലോ. അപ്പോൾ തൃശ്ശൂർക്കാർ ചിക്കുൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരു കുളി കൂടി സ്വാഗതം കേട്ടോ. പാലക്കാട് ജില്ലയിലെ മെയിൻ ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ നെല്ലിയാമ്പതി എന്ന് പറയുന്നത്. പാവങ്ങളുടെ ഊട്ടി എന്നും പറയും കേട്ടോ. അപ്പോൾ നമുക്കൊരു വേനൽക്കാല യാത്ര നമുക്കൊന്ന് നെല്ലിയാമ്പതിലേക്ക് പോകട്ടോ. അപ്പോൾ അതേ പോണ വഴിയിൽ കണ്ട കാഴ്ചയാണ് കേട്ടോ. കുറച്ച് ചേട്ടന്മാർ ഇതിങ്ങനെ ഷീറ്റൊക്കെ വിരിച്ചിട്ട് മീനൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് വിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മീനൊക്കെ ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ എനിക്ക് കട്ടലയാൻ തോന്നിയത്. പിന്നെ മറ്റേ മീനിൻ്റെ പേരൊന്ന് ചോദിച്ചു. അപ്പോൾ അത് എന്തൊക്കെ പറഞ്ഞു എനിക്കത് മനസ്സിലായില്ല. അങ്ങനെ നമ്മളിവിടെ ഒരു മീനിൻ്റെ മുറുക്കലൊക്കെ കണ്ടത് ഇവിടുത്തെ നാട്ടുകാരെ കമൻറ്റൊക്കെ അടിച്ച് കേട്ടത് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയിട്ടാണ്. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ ആദ്യം കണ്ട കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ നെല്ലിയാമ്പതി മലനിരകളൊക്കെ ഒന്ന് കണ്ടു തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഇവിടെ വൺ ഡേ ടൂറിന് ഏറ്റവും സൂപ്പർ സ്ഥലമാണ് കേട്ടോ. നമ്മൾ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് അടിച്ചു പൊളിക്കേണ്ട സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നെന്മാറയിൽ നിന്ന് നെല്ലിയാമ്പതിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ 30 കിലോമീറ്ററിന് വരുന്നത് കേട്ടോ. അപ്പോൾ നെന്മാറ എത്തുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാട്ടോ, നമ്മുടെ വണ്ടിയിലത്തെ ഫ്യൂവലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നെന്മാറയാണ് നമുക്ക് പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് പരമാവധി പെട്രോളൊക്കെ മാക്സിമം ഒക്കെ അടിച്ച് ഫുള്ളാക്കി ഇടാം കേട്ടോ. എന്താ വെച്ചാൽ നെല്ലിയാമ്പതിയിൽ നമുക്ക് പെട്രോൾ കിട്ടാനുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. എന്താ കാരണം വെച്ചാൽ നമ്മളൊരു കാട്ടിൽ പോകുമ്പോൾ എന്തായാലും ഫ്യൂവലൊക്കെ എന്തായാലും ഫുള്ളാക്കി ഇടാം കേട്ടോ. എന്താ വെച്ചാൽ കാട്ടിലൊക്കെ പോയി പെട്ട് കഴിഞ്ഞാൽ പെട്ടുപോയ പോലെ കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രാമീണ കാഴ്ചകളൊക്കെ കണ്ടത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കട്ടോ. അപ്പോൾ നമുക്ക് കാട് അടുക്കും തോറും നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകും. സന്തോഷം എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, നമുക്ക് ഈ ആനേനും കാട്ടുപോത്തിനെയൊക്കെ കാണുന്ന വെച്ചിട്ടുള്ള നമ്മൾ പ്രതീക്ഷയിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ആ പ്രതീക്ഷ ഒന്ന് വെച്ച് പോരുതട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ഇത് ഇനി തിരിച്ച് വരുമ്പോൾ ഇതൊന്നും കണ്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് കാണാക്കിയാണെങ്കിൽ നമുക്കതൊരു ബോണസാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ പോത്തുണ്ട് ഡാമിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രിട്ടീഷുകാർ പണിതാ നമ്മുടെ മണ്ണുകൊണ്ടുണ്ടാക്കിയ ഡാമാണ് കേട്ടോ. അപ്പോൾ ഡാമിലേക്ക് പ്രദർശന ഫീസ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് 10 രൂപ, മുതിർന്നവർക്ക് 20 രൂപയാണ് കേട്ടോ. സീസണിലാണോ അത് നമുക്കുള്ളത്? ഓഫ് സീസൺ അല്ലേ? ഫുള്ളാളുണ്ടാവും. ഞങ്ങൾ തൃശ്ശൂര് മുതലമട അല്ലേ? ആ, ഇനിയിപ്പോൾ അടുത്ത എന്നാണ് സീസൺ വരെ ഇവിടെ? ആ, ഈ കുതിരയുടെ പേരെന്താ? രാജ. അങ്ങനെ നമ്മൾ ഫോറസ്റ്റിലേക്ക് കിടക്കണം. അപ്പോൾ ആദ്യത്തെ ചെക്ക് പോസ്റ്റാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഏത് വെഹിക്കിളിലാണ് വരുന്നത് വെച്ചാൽ ആ വെഹിക്കിൾ നമ്പറും നമ്മൾ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ അതവിടെ റിപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു പാസ് തരും. ആ പാസ്സിൽ നമ്മുടെ സമയം കാര്യങ്ങളൊക്കെ എഴുതിയിട്ടാ. അപ്പോൾ ഈ ചെക്ക് പോസ്റ്റ് തുറക്കുന്നത് 7 മണിക്കാണ് കാലത്ത് തുറക്കാം കേട്ടോ. പിന്നെ റിട്ടേൺ ടൈം എന്ന് പറഞ്ഞാൽ 3 മണിക്കാണ്. അപ്പോൾ ആ ടിക്കറ്റ് തരുന്നത് നമുക്ക് അവിടെ റിട്ടേൺ കൊടുക്കും വേണം കേട്ടോ. അങ്ങനെ നമ്മൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ടാ. ആദ്യത്തെ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ പോത്തുണ്ട് ഡാമിൻ്റെ റിസർവറാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരു സത്രം പോലെ സ്ഥലമുണ്ട് കേട്ടോ. അവിടെയൊക്കെ ഇരുന്ന് നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ വേസ്റ്റ് പരമാവധി നമുക്ക് അവിടെ വേസ്റ്റ് ഇടാനൊക്കെ ഒരു വേസ്റ്റ് പിന്നൊക്കെ ഉണ്ട്, അതിൽ പരമാവധി ഇടാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോറസ്റ്റിൻ്റെ ബോർഡൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വെള്ളത്തിലൊന്നും ഇറങ്ങരുത് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പോത്തുണ്ട് ഡാമിൻ്റെ റിസർവറാണ് കാണട്ടോ. എല്ലാവരും മഴക്കാലത്തായിരിക്കും അത് കണ്ടിട്ടുണ്ടായിരിക്കട്ടെ. എന്താ കാര്യം പച്ചപ്പും ആ ഒരു ഭംഗിയും ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു വേനൽക്കാലത്തെ ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വെള്ളം ഫുള്ളാകുമ്പോൾ ഈ ഭാഗം നമ്മൾ ഷട്ടർ തുറക്കാറ്. എന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് കൃഷി ആവശ്യത്തിനും ഡാമിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള അപ്പുറം കൊണ്ട് കിട്ടാം നമുക്ക് ഇതുപോലെ ഷട്ടറൊക്കെ.
അങ്ങനെ നമ്മൾ ഓരോ വളവ് കഴിഞ്ഞ് ഓരോ പ്രതീക്ഷയിൽ നിൽക്കണ്ട എന്തെങ്കിലുമൊക്കെ കാണുന്ന വെച്ചാൽ. അപ്പോൾ ഡാമിൻ്റെ ഒരു കാഴ്ച ഇവിടെ നിന്ന് കാണാം, കിടലൻ കാഴ്ച. നമ്മൾ മറന്നാലും നെല്ലിയാമ്പതിക്കാർ ഈ സ്ഥലം മറക്കില്ല കേട്ടോ. 2018 ഈ സ്ഥലം കുത്തിയൊലിച്ച് പ്രളയം തിന്ന സ്ഥലങ്ങളാട്ടോ കാണുന്നു. അന്നതേ നമ്മൾ റീസെറ്റ് ചെയ്തത് വീണ്ടും ആ റോട്ടിൽ കൂടെ പോകുന്ന ഒരു ഭാഗ്യം ചെയ്യണം കേട്ടോ. അന്ന് നമ്മുടെ ഓഫ് റോഡും നമ്മുടെ ആർമിക്കാരെയൊക്കെ ഒന്ന് നമിക്കണം കേട്ടോ നമുക്ക്. അങ്ങനെ നമ്മൾ കുറച്ചൊക്കെ മുന്നോട്ട് പോയപ്പോൾ കാണാറുണ്ടല്ലോ ഒരു ചെറിയൊരു ബംഗ്ലാവൊക്കെ കാണുന്നുണ്ടോ. അപ്പോൾ ഇവിടെ ആൾ താമസമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടാണ്. കാരണം വെച്ചാൽ ഇവരൊക്കെ എങ്ങനെ ഈ കാട്ടിൽ താമസിക്കുന്നത് അറിയില്ല കേട്ടോ. അപ്പോൾ വന്യമൃഗങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോരാടി ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരൊക്കെ. അപ്പോൾ തന്നെ നമുക്കിവിടെ പുതിയ ടവറൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. എന്താ കാരണം വെച്ചാൽ ജിയോ അതൊക്കെ വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവർക്ക് ആകെ BSNL ആണ് കിട്ടുന്നത്. അപ്പോൾ ജിയോരെ നമ്മുടെ ടവറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം കേട്ടോ. ഇവരൊക്കെ എന്തായാലും അപ്ഡേറ്റ് ആവണമെന്ന് മനസ്സിലായി. അങ്ങനെ നമ്മൾ നേരെ ഇങ്ങനെ നോക്കുമ്പോൾ ആദ്യത്തെ ഒരു വ്യൂ പോയിന്റിനെ കാണുന്നു കേട്ടോ. അങ്ങനെ നമ്മളൊരു വ്യൂ പോയിന്റ് കാണാനായിട്ട് കയറുമ്പോൾ കാണുന്ന കാഴ്ചയുണ്ട്. ഒരു കുരങ്ങ് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ പോണ റോട്ടിലുള്ള വണ്ടികളൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ കാരണം വെച്ചാൽ ഇവർക്ക് ഇവിടെ ഭക്ഷണം നമ്മൾ ഇട്ട് കൊടുക്കുന്ന കാരണം ഇവർ ഒരു മരത്തുമ്പോൾ പോലും ഇപ്പോൾ ചാടി കയറാൻ അവർക്ക് ഭയങ്കര മടിയാണെന്ന് പറയുന്നത്. എന്താ വെച്ചാൽ നമ്മളിവിടെ ചിപ്സും ഇവർക്ക് ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുത്തതേ ഇവർ ഭയങ്കര കുഴിമടിയന്മാരായിട്ടാണ്. അങ്ങനെ നമ്മൾ എയർപിന്ന് കയറി വരുമ്പോഴേ കാണുന്ന കാഴ്ചകളൊക്കെ ഉണ്ട്. ഈ മുട്ടക്കുന്നുകളും വേനൽക്കാലമായാലും ചെറിയ പച്ചപ്പൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഡാമിൻ്റെ വ്യൂ ആണ് കേട്ടോ കാണുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരു മരത്തിൻ്റെ മുകളിൽ ഒരു ആശാരിക്കലാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കണ്ട വശം ഒരു ഫോട്ടോയ്ക്ക് പോലും പോസ് ചെയ്യാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ ഇതിനെല്ലാവരും കരിങ്കുരങ്ങെന്നും സിംഹകാലക്കുരങ്ങെന്നൊക്കെ പറയട്ടെ. ഇത് നീലഗിരി ലങ്കൂർ എന്നാണ് ഇതിൻ്റെ പേര് പറയാം കേട്ടോ. അങ്ങനെ നമ്മൾ നെല്ലിയാമ്പതിയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ. കൈകാട്ടിന്ന് ഈ സെൻറ്ററിനെ പറയാം കേട്ടോ. ഇവിടെയാണ് നമുക്ക് ഹോസ്പിറ്റലും ഇവിടെയാണ് ഫോറസ്റ്റ് ഓഫീസൊക്കെ വരുന്നത്. പ്രധാന സ്ഥാപനങ്ങളും വരുന്നത് ഈ കൈകാട്ടിയിൽ തന്നെയാണ് വരുന്നത്. അങ്ങനെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ വേലി കെട്ടിയ കാണുന്നതൊക്കെയാണ് കേട്ടോ ഫ്രൂട്ട്സ് ഫാമാണ് കേട്ടോ കാണുന്നത്. ഈ ഫാമിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. അവിടെ നമുക്ക് ഓറഞ്ചും കാപ്പി ഏലൊക്കെ കൃഷി ചെയ്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഓഫ് സീസൺ ആയ കാരണം ഒരുപാട് ജീപ്പുകളുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ വണ്ടി വരുമ്പോഴേക്കും ഇങ്ങനെ ആളെ വിളിച്ച് കയറ്റാനായിട്ട് അവരിങ്ങനെ കൈയൊക്കെ കാട്ടിയിട്ടോ. അപ്പോൾ നമുക്കിത് ഇവിടെ ഷെയർ ഓട്ടൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ എന്താ വെച്ചാൽ 2 പേര് വന്നാലും നമുക്കിത് ഇവിടെ ഷെയർ ചെയ്ത് നമുക്ക് ഓഫ് റോഡ് ആസ്വദിക്കാം കേട്ടോ. ഈ കാണുന്നത് ഫ്രൂട്ട്സ് ഫാമാണ് കേട്ടോ കാണുന്നത്. ഇവിടെ നമുക്ക് എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. കുട്ടികൾക്ക് 10 രൂപ, മുതിർന്നവർക്ക് 20 രൂപ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ കയറാൻ നിൽക്കണില്ല, റിട്ടേൺ വരുമ്പോൾ കയറാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സീതാർകുണ്ട് ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുന്നു. ഈ ജംഗ്ഷൻ്റെ പേരാണ് പുലയമ്പാറ ജംഗ്ഷൻ കേട്ടോ. ഇവിടെയാണ് നമുക്ക് ചെറിയ കടകളും നമുക്ക് ഹോട്ടലുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്കിവിടെ റിസോർട്ടുകളോ അല്ലെങ്കിൽ നമുക്കിവിടെ ചെറിയ ഹോം സ്റ്റേ ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ജീപ്പ് ഓഫ് റോഡിന് പോകാനായിട്ട് ജീപ്പുകളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ടോ. എൻ്റെ ബാബ ചേട്ടൻ്റെ സ്ഥലം തൃശ്ശൂരാണ്. അപ്പോൾ ഇതിപ്പോൾ സീസൺ എന്നാ വരാം? സീസൺ ഇപ്പോൾ ഏപ്രിലിൽ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എത്ര വ്യൂ പോയിന്റുകളുണ്ട് നമുക്ക് ഈ വണ്ടി കൊണ്ടുപോകണം? ജീപ്പ് ഓഫ് റോഡ് പോകണമെങ്കിൽ മൊത്തം 3 വീട്. പിന്നെ ഇവിടെ കടകളും മറ്റേ കാര്യങ്ങൾ ടൗണിൽ സ്റ്റേ ചെയ്യണമെങ്കിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്. കാടിൻ്റെ അകത്തുണ്ട്. കാടിൻ്റെ അകത്താണെങ്കിൽ നൈറ്റ് സഫാരി ക്യാമ്പ് ഫയർ അങ്ങനെയുള്ള പരിപാടികളുണ്ട്. ടൗണിലാകുമ്പോൾ അങ്ങനത്തെ പിന്നെ ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സീതാർകുണ്ട്. ഇവിടെ നിന്ന് നേരെ ഒരു 5 കിലോമീറ്റർ പോവുകയാണെങ്കിൽ നിങ്ങളുടെ വരുന്ന വണ്ടിയിൽ തന്നെ ഒരു 5 കിലോമീറ്റർ സൂസൈഡ് പോയിട്ട് നമ്മൾ പോകും. അങ്ങനെ നമ്മൾ സീതാർകുണ്ട് പോകുന്ന വഴിയിൽ നമ്മൾ ലോക്കൽ വഴിയിൽ കയറിയിട്ടാ. അങ്ങനെ കാണുന്ന കാഴ്ചകളാണ്. ഒരുപാട് തേയിലത്തോട്ടങ്ങളാണ് കാണുന്നത്. അപ്പോൾ നമ്മളെ ഈ തേയിലത്തോട്ടത്തിൻ്റെ അടിയിലൊക്കെ ഒരുപാട് ലയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ണിന് കുളിർമ്പോൾ തന്നെ കാഴ്ചകളൊക്കെ ഉണ്ട് കാണുന്നത്. അപ്പോൾ ഇതൊക്കെ എത്ര കണ്ടാലും നമുക്കിത് മതിയാവില്ല കേട്ടോ. അങ്ങനെ നമ്മൾ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ടത്. അപ്പോൾ അതൊക്കെ നമ്മളിത് സീതാർകുണ്ടിലേക്കുള്ള യാത്ര കേട്ടോ. അപ്പോൾ വെൽക്കം ടു സീതാർകുണ്ട് എന്ന് പറഞ്ഞത് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ഇവിടെ വെഹിക്കിളിൻ്റെ നമ്പറും കാര്യങ്ങളും നമ്മൾ എത്ര പേരെ വന്നിട്ടുണ്ട്, എത്ര മണിക്ക് ഇവിടെ കയറിയ സമയം കാര്യങ്ങളൊക്കെ എഴുതണം. ഇവിടെ വേറെ ചാർജുകളൊന്നും ഇല്ല നമുക്ക്.
അപ്പോൾ സീതാർകുണ്ടിൽ വരുന്നവർക്കൊക്കെ ദേ ഇവിടെ വണ്ടി നമുക്ക് പാർക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ നമുക്കൊരു ചെറിയ ചാർജൊക്കെ വരുന്നുണ്ട്. ബൈക്കിനാകുമ്പോൾ 10 രൂപ, കാറൊക്കെ ആകുമ്പോൾ 20 രൂപ കേട്ടോ. ഇവിടെ നമുക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ സീതാർകുണ്ട് വ്യൂ പോയിൻ്റ് അവിടെ എത്തിയിട്ടാ. അപ്പോൾ നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടി മുൻഗണന ബോർഡുകളൊക്കെ വെച്ചിട്ടാ. അതൊക്കെ നമ്മൾ പാലിക്കായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ നമ്മൾ കുഞ്ഞെ കുട്ടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കൈ പിടിച്ച് കൊണ്ടു നടക്കട്ടെ. എന്താ കാര്യം നമുക്ക് സേഫ്റ്റിക്ക് കിട്ടിയ മുള്ളുവേലികളൊക്കെ തകർന്നത് കേട്ടോ. അപ്പോൾ നെല്ലിയാമ്പതിയിലെ നെല്ലിമരം ഉണ്ട് കാണുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് വൈറലായിട്ടുള്ള ഒരു മരണം കാണുന്നു കേട്ടോ. അപ്പോൾ ഈ നേരമൊക്കെ ആയപ്പോൾ ചെറുതായൊരു ഫോഗൊക്കെ വന്നു തുടങ്ങിയിട്ടാ. ചെറിയൊരു തണവും ചെറിയ കാറ്റൊക്കെ ഇതിങ്ങനെ അടിച്ചു തുടങ്ങിയിട്ടാ. അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. നമ്മൾ വലിയ കോപ്പറേറ്റുകളൊന്നും കാണിക്കേണ്ട. താഴെ പോയി നമുക്കൊരു പൊടി പോലും കിട്ടില്ല കേട്ടോ. വലിയൊരു കൊക്കയാണ് കാണുന്നത്. അപ്പോൾ അടിയിൽ കാണുന്ന ഗ്രാമം എന്ന് പറയുന്നത് കൊല്ലങ്കോട് ജില്ലയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ നമ്മുടെ നെല്ലിയാമ്പതി സമുദ്രനിരപ്പിൽ നിന്ന് 1500 മീറ്ററാണ് കേട്ടോ സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ ഓറഞ്ച് വെജിറ്റബിൾ ഫാം നെല്ലിയാമ്പതി എന്ന് എഴുതിയിട്ടാ. അപ്പോൾ നമ്മൾ ഈ ഫാമിലേക്ക് കിടക്കാനുള്ള എൻട്രി ഫീസൊക്കെ എടുത്ത് നമുക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു മാസം മുന്നേ ഇവിടെ ഇവിടെ ഫ്ലവർ ഷോയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞേട്ടാ. ഇതാണ് കേട്ടോ ഇവിടുത്തെ സ്കൂൾ കേട്ടോ. അപ്പോൾ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലുള്ളൊരു സ്കൂളുണ്ടോ. എന്താ ഇതിൻ്റെ ഭംഗി എന്നറിയോ.
അങ്ങനെ നമ്മളൊരു ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ ചെറിയ വഴി കൂടെ അപ്പുറത്ത് നമ്മുടെ തേയിലത്തോട്ടങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഗ്രാമീണ കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ട് വളരെ നമ്മൾ എന്താ പറയുക, നമുക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ കാരണം വെച്ചാൽ ഇവിടെ അധികം നമുക്കൊരു പുരോഗമനമൊന്നും കാണാനില്ല. എന്താ വെച്ചാൽ ഒരു റോഡ് സൈഡിൽ അധികം ആൾക്കാരെ കാണാൻ ഒരു കടകളോ ഒന്നും ഇല്ല കേട്ടോ. എന്താ കാരണം ഇവർക്കൊക്കെ എന്തെങ്കിലും മേടിക്കണമെങ്കിൽ ഒരു 6 കിലോമീറ്റർ കാട് വഴി നമുക്ക് നെല്ലിയാമ്പതിരിക്കണ പോകണം കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ കാണുന്നുണ്ട് ലയങ്ങളാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരെ വീടുകളാണ് കേട്ടോ. ഇവരൊക്കെ ഒരു കൂട്ടമായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത് ശരിക്കും പറയുന്നത്. അപ്പോൾ നമ്മൾ നേരെ മുന്നോട്ട് പോയപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലൊരു കാണാം കേട്ടോ. നമുക്കൊരു നേരെ ഒരു പശുവിൻ്റെ ഒരു തൊഴുത്താണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ ഗ്രാമത്തിൻ്റെ എൻ്റെ എത്തിയിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഗ്രൗണ്ടും ചെറിയ അമ്പലങ്ങളും ചെറിയ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം കേട്ടോ. അപ്പോൾ ഈ കുന്നിൻ്റെ അപ്പുറമൊക്കെ കാണുന്നത് പറമ്പിക്കുളം, മലക്കപ്പാറ, വാൽപ്പാറയൊക്കെ ഉണ്ട് കാണുന്നത് കേട്ടോ. അങ്ങനെ നമ്മളൊരു ഗ്രാമത്തിൻ്റെ എൻഡിൽ എത്തിയിട്ടാ. അപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുമ്പോൾ ഒരുപാട് ആനപ്പിണ്ടങ്ങൾ കിടക്കുന്നുണ്ടാ. അപ്പോൾ ഇവിടെയൊക്കെ രാത്രി വെള്ളം കുടിക്കാനൊക്കെ വരുന്നുണ്ട്. പകൽ സമയത്തും വെള്ളം കുടിക്കാനായിട്ട് ആനകൾ വരുന്ന പറയുന്നുണ്ട് അവിടെ നാട്ടുകാരൊക്കെ. അപ്പോൾ നമ്മളൊക്കെ എന്ത് ഭാഗ്യവന്മാരൊക്കെ അല്ലേ, ഇവരൊക്കെ എന്ത് റിസ്ക് എടുത്ത് നമ്മൾ ഓരോ ദിവസം കഴിഞ്ഞ് പോകണമെന്ന് ഞാൻ ആലോചിക്കുക. അങ്ങനെ നമ്മളിത് ഗ്രാമത്തിൻ്റെ ബാക്കിൽ കൂടെ ഇങ്ങനെ പോയപ്പോൾ ഇതൊരു കാഴ്ച കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ കാട്ടുപന്നിനെ രാത്രി നമ്മൾ കാണാറുള്ളൂ കേട്ടോ. ഇവിടെയൊക്കെ പകലിങ്ങനെ വിശ്രമിക്കാൻ കിടക്കണട്ടാ. ഇവർക്കൊന്നും നമ്മളത് കാണുമ്പോൾ ഒരു പേടിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇവർ നമ്മളൊക്കെ കണ്ട വശത്തെ നമ്മളത് ഒരു നേരിടാനുള്ള ഒരു മൂവിയൊക്കെ കണ്ടപ്പോൾ നമ്മളത് അവിടെ നിന്ന് ഉൾവലിഞ്ഞ് നമ്മൾ പതുക്കെ പോകുന്നു കേട്ടോ. അങ്ങനെ നെല്ലിയാമ്പതിയിലത്തെ തണവും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യണം. സ്റ്റേ ചെയ്താലാണ് നെല്ലിയാമ്പതിയിൽ നമുക്ക് അനുഭൂതികളൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഇത് കേശവമ്പാറയ്ക്ക് പോകണ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് നേരം വൈകിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അവിടേക്ക് കയറാനൊന്നും പറ്റില്ല, അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ നെല്ലിയാമ്പതിയിലേക്ക് വരുമ്പോൾ കേശവമ്പാറയൊക്കെ ഒന്ന് പോകണം കേട്ടോ. എന്താ കാരണം വെച്ചാൽ അവിടെയൊക്കെ ഒരുപാട് നമുക്ക് ഫോറസ്റ്റിൻ്റെ കൂടെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ നടന്ന് നമുക്ക് ട്രെക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത് കേട്ടോ AVTയുടെ എസ്റ്റേറ്റാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നേരെ വീണ്ടും പോയി കഴിഞ്ഞാൽ നമുക്കിത് റൈറ്റ് സൈഡിലൊക്കെ പോയാൽ നമുക്ക് ഒരുപാട് തൂക്കുപാലങ്ങളും ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ നേരം വൈകാറുണ്ട് നമ്മളിത് ഇവിടെ നിന്നായിരുന്നു നമ്മൾ ചുരം ഇറങ്ങുന്നുണ്ടാകും. അതായത് ചുരം ഇറങ്ങി നമ്മളിത് പോത്തുണ്ട് ഡാമിലെത്തിയപ്പോൾ നമ്മൾ വേനൽ മഴ അറിയാൻ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അങ്ങനെ നമ്മളിത് സൂം ചെയ്ത് നോക്കിയപ്പോൾ കാണുന്നതാണ് കേട്ടോ. നമ്മൾ മീൻപിടുത്തക്കാർ ഇങ്ങനെ മഴ നനഞ്ഞിട്ടത്തേക്ക് ഇങ്ങനെ പോകുന്നുണ്ടാകും. അങ്ങനെ നമ്മൾ നെല്ലിയാമ്പതി കാഴ്ചകളൊക്കെ കണ്ടത് അപ്പോൾ അതൊക്കെ നമ്മൾ ഇറങ്ങുന്നുണ്ടാകും.